ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുറവലങ്ങാടാണ്. കുറവലങ്ങാട് ബെന്നിച്ചേട്ടൻ്റെയും മഞ്ജു ചേച്ചിയുടെയും ആട് ഫാമിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മേളിലായി വീഡിയോ ചെയ്തിട്ട് കോവിഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് മഞ്ജു ചേച്ചിയുടെയും ബെന്നിച്ചേട്ടൻ്റെയും വിശേഷത്തിലേക്ക് പോകാം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് തുടങ്ങിയ ആട് ഫാമാണിത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഇവർക്ക് വളരെ പുതിയതായിട്ട് തുടങ്ങിയവർക്ക് അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിച്ചു. അതിനുശേഷം സിസ്റ്റമാറ്റിക്കായിട്ട് ഏകദേശം 5 വർഷമായി ഈ ഫാം മുന്നോട്ട് പോകുന്നു. വളരെയധികം ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ആട് കൂടാതെ താറാവ്, കോഴി അങ്ങനെയുള്ളവ വേറെയും ഈ ഫാമിലുണ്ട്. അപ്പോൾ ബെന്നിച്ചേട്ടാ, എന്നാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നമ്മൾ ഫാം തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. 5 വർഷത്തോളമായിട്ടുണ്ട്. പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നേരെ എന്താണ് ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഈ ആട് ഫാമിലേക്ക് ഇറങ്ങാനുള്ള വർഷങ്ങളായി? നമ്മൾ മരുഭൂമിയിലേക്ക് കടന്നപ്പോൾ നമുക്കൊരു നാട്ടിൽ തന്നെ നിൽക്കണം, നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ആടിനോട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ അങ്ങനെ വീട്ടിലൊന്നോ രണ്ടോ ഒക്കെ വളർത്തിയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെ വന്ന് മഞ്ജുവാണ് ആദ്യം നാട്ടിൽ വന്നത്. 2 ആടിനെ മേടിച്ച് തുടങ്ങി. അതിലങ്ങ് മുന്നോട്ട് തുടങ്ങി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ച് നാട്ടിൽ വന്നു. അത് കൂടുതൽ ഫാമിലേക്ക് അങ്ങ് മാറുകയായിരുന്നു. ചേച്ചി നേഴ്സായിരുന്നല്ലോ. അപ്പോൾ നേഴ്സിംഗ് ഒരു ജീവിതം ഈ ആട് എന്നെ പരിപാലിക്കുന്നതിൽ വല്ലതും സഹായിക്കാറുണ്ടോ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. മരുന്നുകൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കൂടുതലും ഞാൻ തന്നെയാണ് ഇവിടെ IV വരെ ഞാൻ കൊടുക്കാറുണ്ട്. ചെവിയിലൊക്കെ വേനെ കുത്തി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് ഇതിൻ്റെ ഈ ഫാമിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് പറയാമോ? അതായത് ഫുഡ് കാര്യങ്ങൾ, മരുന്ന്, തീറ്റ കൊടുക്കുന്നത്, കൈത്തീറ്റ എന്തൊക്കെയാണ് ഒന്ന് പറയാം. രാവിലെ നമ്മൾ 5:30 എണീക്കും. എണ്ണീറ്റിട്ട് നേരെ വന്ന് താറാവിനെ, കോഴിയൊക്കെ അഴിച്ചു വിടും. ആട്ടും കൂട്ടിൽ വന്ന് ആടിൻ്റെ കുട്ടികളെ കുളിപ്പിക്കാനുള്ളവരെയൊക്കെ കുളിപ്പിക്കും. അതിനുശേഷം മേലായി വല്ലവർക്കും ഉണ്ടെങ്കിൽ അവർക്ക് നോക്കി മരുന്നുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോരും. വീട്ടിൽ വന്ന് നമ്മുടെ കാപ്പിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് 10 മണിക്ക് ശേഷമാണ് കരാഹാരം കൊടുക്കുന്നത്. പറ്റി എങ്ങനെയാണ് ചേച്ചി? പുളിയരിയും ഗോതമ്പും കൂടെ പകുതി ഇട്ട് തലേന്ന് വേവിച്ച് വെക്കും. രാവിലെ ആകുമ്പോൾ അത് തണുക്കും. അതും കുറച്ച് ഗോതമ്പ് തോടും ആടിൻ്റെ ഒക്കെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നവർക്ക്. ഒരുമാതിരി കുഴമ്പ് പരുവത്തിലാണ് കൊടുക്കുക. അത് നിങ്ങൾ കഴിച്ചോളാം, പെട്ടെന്ന് തന്നെ കഴിച്ചോളാം. ഏകദേശം ഒരു ആടിന് അളവ് എങ്ങനെയാണ്? അത് ഏകദേശം ഒരു ബേസിൻ്റെ അകത്താണ് 250 ഗ്രാം 500 ഗ്രാം വരും. അല്ല, കുഴച്ച് വെച്ച് കഴിയുമ്പോൾ 1 ലിറ്ററിന്റെ ഒരു കപ്പ് പരുവത്തിന് ഒരാൾക്ക് കൊടുക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് 1 ലിറ്ററിന്റെ കപ്പിന് കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വല്ല വൈറ്റമിൻസോ അങ്ങനെ വല്ല കാൽസ്യം ഇടേണ്ടവർക്ക്, ചെനയുള്ളവർക്ക് കാൽസ്യം കൊടുക്കും. പിന്നെ മിനറൽസിന്റെ പൊടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. പിന്നെ ലിവർ ടോണിക്കും അത് ഡയറക്റ്റ് ഞാൻ തന്നെ കൊടുക്കുക. സിറിഞ്ചിനകത്ത് എടുത്തിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അത് വരമരുന്ന് കൊണ്ട് നമ്മൾ ചെനയുള്ള ആടുകൾക്ക് വരമരുന്ന് സാധാരണ കൊടുക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് വെച്ചിട്ട് ഫെൻറ്റാപ്ലസ് പോലെ എന്തെങ്കിലും ടാബ്ലറ്റ് കൊടുക്കത്തേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ലിവർ ടോണിക്ക് ഒരു 5 ഡേയ്സ് കൊടുക്കും. ഈ വരമരുന്ന് കൊടുത്തതിന് ശേഷം. അത് കഴിയുമ്പോൾ പ്രസവിച്ച ആടുകൾക്കാണെങ്കിൽ പ്രസവിച്ച് 7-ാം പക്കം നമ്മൾ വരമരുന്ന് കൊടുക്കും. ഫെൻറ്റാപ്ലസ് ആണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് 22-ാം പക്കം കൊടുക്കും. ആൽബൻഡസോൾ അതുപോലെ ഫെൻറ്റാപ്ലസിൻ്റെ സിറപ്പും കിട്ടാറുണ്ട്. അത് കൊടുക്കുക, ഏതെങ്കിലും മേടിച്ചിട്ട് കൊടുക്കും. വാക്സിൻ എങ്ങനെയാണ്? എല്ലാ വർഷവും നമ്മൾ PPR കൊടുക്കുന്നതാണ് എല്ലാം. പിന്നെ ഇവിടെ ഈ നമ്മൾ കുട്ടികളെ കൊടുക്കുന്നത് അത് എത്ര മാസമായ കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. 3 മാസത്തോളം നമ്മൾ പാല് കുടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റു ഫാമിലൊരു വളരെയധികം പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ എല്ലാ ബ്രീഡുകളിൽ ഇപ്പം നമുക്ക് കിട്ടാനുള്ളതിൽ ഒട്ടുമിക്ക എല്ലാ ബ്രീഡുകളിലുള്ള ആടുകളെയും ഇവിടെയുണ്ട്. അതെന്താണ്? സാധാരണ എല്ലാവരും ഒരേ ടൈപ്പിലുള്ള ബ്രീഡുകളെ വളർത്തും. ഇപ്പം മലബാറി, കൂടുതലും നമ്മൾ കേരളത്തിലെല്ലാം മലബാറി ഇനത്തിൽ ഉള്ള ആട് ഫാമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് എന്താണ് ചേട്ടാ ലാഭം? അത് ലാഭം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരാഗ്രഹമായിരുന്നു എല്ലാ ബ്രീഡുകളും നമ്മുടെ കയ്യിൽ വേണമെന്നുള്ള. പിന്നെ ആര് വിളിച്ചാലും ആ ബ്രീഡിൻ്റെ മുട്ടനും അല്ല ഫീമെയിൽ അല്ലെ കുട്ടികളാണെങ്കിലും നമ്മുടെ കയ്യിൽ
ഉണ്ടാകണമെന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാം ഇവിടെ ഈ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതിൽ കൂടുതൽ ചേട്ടൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ക്രോസിങ്ങിലാണ്. അപ്പോൾ അത് ലാഭകരമായിട്ടാണോ? ലാഭകരമാണ്. കാരണം നമ്മുടെ ഫാമിനെ താങ്ങി നിർത്തുന്നത് തന്നെ ഈ ക്രോസിംഗ് ആണ്. അപ്പോൾ അതൊരു 5 ഐറ്റംസ് മുട്ടന്മാർ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ദൂരെ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മുടെ ഏതൊക്കെ ഇനത്തിലുള്ള ഹൈദരാബാദ് ബീറ്റലുണ്ട്, പഞ്ചാബ് ബീറ്റലുണ്ട്, ജമുനാപ്യാരി ഉണ്ട്, തോത്താപ്പാരി ഉണ്ട്, സിരോഹി ഉണ്ട്. 5 ഇനത്തിലുള്ള നല്ല ബ്രീഡ് നമുക്കിവിടെ വന്നപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്രീഡുകളിലുള്ള ആടുകൾ ഇവിടെയുണ്ട്. ആർക്ക് വന്നു കഴിഞ്ഞാലും അല്ല ചേട്ടാ, ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് ക്രോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർ വിളിച്ചിട്ടാണ് വരുന്നത്. സാധാരണ വിളിച്ച് വന്ന് ഇവിടെ വന്നിട്ട് മുട്ടന്മാരെ കണ്ട് അവർ തന്നെ സെലക്ട് ചെയ്യുക. ഇന്ന മുട്ടനെ വേണമെന്ന് അവർക്ക് തോന്നുന്നു, കംഫർട്ടായിട്ട് തോന്നുന്നതിന് നമ്മൾ ഇട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫാം മേഖലയിൽ ഇപ്പോൾ ആട് വളർത്തൽ നഷ്ടത്തിലാണെന്ന് പറയുന്നവർക്ക് ഒരു പുതിയ ഒരു അറിവാണ് ഈ ബ്രീഡിങ് വർദ്ധിപ്പിക്കുക. നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരെ വെച്ചിട്ട് ബ്രീഡിങ്. മുട്ടന്മാരുടെ കാര്യത്തിൽ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. പൈസ മുടക്കിയാലേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. അതായത് വാങ്ങാനായിട്ട് പൈസ നല്ല രീതിയിൽ മുടക്കിയാലേ നല്ല ക്വാളിറ്റി ഉള്ളതിനെ നമുക്ക് കിട്ടത്തുള്ളൂ. ക്വാളിറ്റി ഉള്ളതിനെ നമ്മൾ എവിടുന്ന് വാങ്ങിയാലും പൈസ. ചേട്ടന് എങ്ങനെയാണ് ഈ 5 മുട്ടന്മാരെ ഏകദേശം എവിടുന്നൊക്കെയാണ്? നമ്മുടെ സുഹൃത്തുക്കളുടെ ഫാം തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലുണ്ട്. അവരുമായിട്ട് ഒത്തിരി ഫാമുകാരായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ബ്രീഡിനെ കണ്ടാലും നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളത് നല്ല വില കൊടുത്ത് തന്നെ വാങ്ങും. വിലയൊന്നും നോക്കാറില്ല. മുട്ടന്മാരുടെ കാര്യത്തിൽ നമ്മൾ വില നോക്കാറില്ല. അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിന് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ചേട്ടന് ഈ ഇവിടെ ഒരു ഇൻബ്രീഡിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിന് മാറ്റാറുണ്ടോ? തീർച്ചയായിട്ടും. 1 വർഷം 1.5 വർഷം എല്ലാ വർഷവും നമ്മൾ മുട്ടന്മാരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻബ്രീഡിന് യാതൊരു സാധ്യതയില്ല. പിന്നെ പുറത്തെ ആളുകൾ വരുവാണെങ്കിൽ അവർക്ക് ഇൻബ്രീഡ് വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ 1 വർഷം 1.5 വർഷത്തിനുള്ളിൽ നമ്മൾ മുട്ടന്മാരെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആടുകളാണെങ്കിലും നമുക്ക് ഏകദേശം ഉണ്ടാവും അവർ ആടിനെ ഏത് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ കുട്ടിയെ കൊണ്ട് വരുവാണ് നമ്മൾ ചെയ്യിക്കുക. അപ്പോൾ അതിന് വേറെ മുട്ടനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടോ? ഏകദേശം നമുക്ക് അറിയാൻ പറ്റും, ഓർമ്മയിലുണ്ട്. അതെ അതെ അതെ. നമ്മൾ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം ഏത് മുട്ടനെയാണ് വിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ റെഡി ചെയ്യിക്കുന്നുള്ളൂ. യാതൊരു കാരണവശാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇൻബ്രീഡ് ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ്. പിന്നെ അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്, അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ഇൻബ്രീഡ് പാടില്ല എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അതെ, എനിക്ക് തോന്നുന്നു ഈ ആട് വളർത്തൽ മേഖലയിലുള്ള ഒരു 50% മേളിൽ ആൾക്കാർക്ക് ഈ ഇൻബ്രീഡിങ്ങിനെ പറ്റിയിട്ട്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുവരുന്നത് ഒരാട് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാകും. അതിനകത്ത് മെയിലിനെ കൊണ്ട് തന്നെ 4 മാസം ആകുമ്പം വീട്ടിലുള്ളവർ ചെയ്യുന്നത് തള്ളയെ കൊണ്ട് അമ്മേനെ ക്രോസ് ചെയ്യിക്കുക. അതിട്ട് ആ കുട്ടികളെ കൊടുക്കും. അപ്പോഴത്തേക്ക് പിന്നെ വരുന്ന തലമുറ നശിച്ച് ചേട്ടാ, അതിൻ്റെ ഇപ്പോൾ ഈ ഇൻബ്രീഡിങ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഈ ദോഷങ്ങൾ വരാനെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന തലമുറയ്ക്ക് നമുക്ക് പാലിൻ്റെ ഒരു കുറവുണ്ടാവും, പിന്നെ വളർച്ചയിലുണ്ടാവും, ചിലപ്പോൾ അംഗവികയിലുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വരുന്ന ചത്തുപോകും. ആ വരുന്ന തലമുറ നശിക്കുകയാണ്. അതായത് കുട്ടികളുടെ എണ്ണം കുറയും. കുറേയല്ല, ചിലപ്പോൾ വളർച്ച കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, പാലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വരും. പിന്നെ അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിപ്പം നാട്ടിൻപുറത്തെ പലർക്കും അതിനെപ്പറ്റി യാതൊരു അറിവില്ല. ഇവിടെ അങ്ങനെ ക്രോസ് ചെയ്യാൻ വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യിക്കില്ല. അത് ചെയ്യിച്ചാൽ അവരുടെ ഇരിക്കുന്ന ആടിൻ്റെ വർഗ്ഗം നശിക്കുകയാണ്. അപ്പം അതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് നല്ല ആടുകളില്ലാത്ത നല്ല മലബാറി എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് ഇല്ല. ഇപ്പം ഇൻബ്രീഡിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ മുട്ടന്മാരെയും വെച്ചിട്ട് പിന്നെ വർഷം അല്ല 1.5 വർഷം കൂടുമ്പോൾ മുട്ടന്മാരെ മാറ്റിക്കൊണ്ട് വരുന്നത്. അപ്പം ഇൻബ്രീഡിങ്ങിൻ്റെ ഒരു സാധ്യത ഒഴിവാക്കാനായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ ഫാം മേഖലയിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പോൾ തീറ്റയുടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. വേനൽക്കാലമായ മഴയില്ലാത്ത അതിനെ മറികടക്കാനായിട്ട് എന്താണ് ചെയ്യുക? കച്ചിയാണ് നമ്മൾ മെയിനായിട്ട്. തീറ്റയുടെ ഷോർട്ടേജ് ആയ കാരണം കച്ചി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പോൾ പെട്ടെന്നൊരു ആഹാരം ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിന് അസുഖങ്ങൾ കൂടുതലാവത്തില്ല? അസുഖം വരാൻ സാധ്യതയുണ്ട്. അത് തന്നെ പെട്ടെന്നൊരു തീറ്റ മാറ്റി കഴിഞ്ഞാൽ ആടുകൾ കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. കഴിക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അസുഖത്തിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മളിവിടെ ക്രമേണ വർഷങ്ങളായിട്ട് ഇതിനെ ശീലിപ്പിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. കച്ചിയും കൂടെ കൊടുത്ത് പച്ചിലുള്ളപ്പോൾ കച്ചിയും കൂടെ കൊടുത്ത് പുല്ലുണ്ടെങ്കിൽ ഒരു നേരം കച്ചിയും കൂടെ നമ്മൾ കൊടുത്താണ് ശീലിപ്പിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. പുല്ല് കൃഷി ചെയ്യുന്നുണ്ടോ? ഒരു 25 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മൾ സൂപ്പർ നേപ്പിയർ, തായ്ലാൻഡ് സൂപ്പർ നേപ്പിയർ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലം നനയ്ക്കാൻ മാർഗമില്ല, അതാണ് വെട്ടുന്നില്ല. അതിന് വേറെ ഇപ്പോൾ ലോക്കലായിട്ട് പുല്ല് ചെത്തുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ കുട്ടികൾ ഇപ്പം കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള കുട്ടികൾ ഏതൊക്കെ ഇനത്തിലുള്ള കുട്ടികൾ? ഇപ്പം ബീറ്റലിൽ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ബാർബറി ആട് പ്രസവിച്ച കുട്ടിയും തള്ളയായിട്ട് കൊടുക്കാൻ കിടപ്പുണ്ട്. അങ്ങനെ ബീറ്റലിൻ്റെ ആടുകളും കിടപ്പുണ്ട്. ഈ ഇതുപോലുള്ള ഈ ഹൈബ്രിഡ് കുഞ്ഞുങ്ങൾക്ക് എന്ത് വിലയാണ് ഏകദേശം? ബീറ്റലാണ് നമുക്ക് 3 മാസം 3.5 മാസം ആകുമ്പോൾ 15 രൂപ റേറ്റ്. 15 രൂപ റേറ്റ്. അതിനുള്ള ബോഡി വെയിറ്റും അവർക്കുണ്ടാവും.
നല്ല ഗ്രോത്ത് കിട്ടും ബീറ്റലിന്. മറ്റേ ജമുനാപ്യാരി ആണെങ്കിലും ആ റേഞ്ചിലൊക്കെ തന്നെ നമുക്ക്. എനിക്ക് തോന്നുന്ന ഈ മലബാറി ഇനത്തിലുള്ള നമ്മുടെ നാട്ടിലെ ആടുകളെ വിൽക്കുന്നതിലും കൂടുതൽ ഒരു മോഹവില നമുക്ക് ഈ ഇതുപോലുള്ള ഇനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും മലബാറി വിൽക്കുന്നതിന് നമുക്ക് 2 മടങ്ങ് 3 മടങ്ങോ കൂടുതൽ നമുക്ക് ബീറ്റലാടോ ജമുനാപ്യാരോ ആടിൽ നിന്നിട്ട്. അപ്പോൾ അത് കുട്ടികളുടെ എണ്ണം കുറവായിരിക്കില്ലേ? അല്ല, ബീറ്റലിനെ സംബന്ധിച്ചിടത്തോളം മലബാറിയും ബീറ്റലൊക്കെ സെയിം തന്നെ. 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 1 ഉണ്ടാവും. ജമുനാപ്യാരിക്ക് ഒറിജിനൽ ചിലപ്പോൾ 1 ഉണ്ടാകും, ചില കേസ് 2 ഉണ്ടാകാറുണ്ട്. അപ്പം ഇതിൻ്റെ ചെവി നീട്ടവും ആടിനെ കാണാനുള്ള ഒരു ഭംഗിയും കൊണ്ട് മോഹവില കിട്ടും. ആവശ്യക്കാരും ഉണ്ടാവും അന്നേരം. ഇപ്പോൾ വെറൈറ്റി ഇനത്തിലുള്ള ബ്രീഡുകളെ വളർത്തിയാലേ നമുക്ക് സാമ്പത്തികം. ഒരു ബ്രീഡാകുമ്പം പലർക്കും എല്ലാവർക്കും അത് താല്പര്യം വരണമെന്നില്ല. ഇപ്പം മിക്സ്ഡ് എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ആൾക്കാർക്ക് ഒരു താല്പര്യം അതിനോട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 5 മുട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആ മുട്ടന്മാർക്ക് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടോ? ഈ ഖരാഹാരം കൂടാതെ അവർക്ക് നമ്മൾ മീനെണ്ണ കൊടുക്കാറുണ്ട്, പിന്നെ മുട്ട കൊടുക്കാറുണ്ട്, ലിവർ ടോണിക്കുകൾ കൊടുക്കാറുണ്ട്, കാൽസ്യം കൊടുക്കാറുണ്ട്. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഓരോന്നോരോന്ന് മാറ്റി അവർക്ക് കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. മറ്റേ അവർ ക്രോസിംഗ് ഉള്ളപ്പോൾ നമ്മൾ അവർക്ക് മുട്ട കൊടുക്കും. ക്രോസിംഗ് കുറവാകുമ്പോൾ ഷാർക്ക് ലേഹ്യം കൊടുക്കാറുണ്ട്. അല്ലെ പിന്നെ അവർക്ക്. അപ്പോൾ ഈ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുകയും വേണം. എന്നാലേ നമുക്ക് അതിൻ്റെതായ ഒരു പ്രയോജനം കിട്ടും, ആരോഗ്യം നിൽക്കത്തുള്ളൂ. ചേട്ടാ, മറ്റെന്തൊക്കെയാണ് നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന പുതിയ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്നവർ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ 1-2 മലബാറി ആടോ നാടനാടോ മേടിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ 1 പ്രസവം 2 പ്രസവം ഒക്കെ എടുത്ത് കുട്ടികളെയൊക്കെ ഒന്ന് വളർത്തിയൊക്കെ പഠിച്ചതിന് ശേഷം വലിയ ആടുകളിലേക്ക് പോവുക. ചാടിക്കയറി ഒരു ബീറ്റലിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്നൊന്നും വരത്തില്ല, ആട് നഷ്ടത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് ഒത്തിരി പേരും ചാടിക്കയറി ആദ്യമേ തന്നെ ബീറ്റലും അങ്ങനെ ജമുനാപ്യാരിയൊക്കെ എടുത്തിട്ടാണ് പരാജയത്തിലേക്ക് പോകുന്നത്. കാര്യങ്ങൾ അറിയാതെ അതിൻ്റെ വളർത്തുന്ന രീതികൾ അറിയാതെ എടുത്തിട്ടാണ് നഷ്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമേ മലബാറിയിൽ വെച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം സ്റ്റെപ്പായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ വരും അല്ലേ? ചേച്ചി, പിന്നെ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഈ മേഖലയിലേക്ക് വരുന്നവരോട് എന്ത് ഉപദേശമാണുള്ളത്? ഉപദേശം എന്ന് പറയുന്നത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മലബാർ തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് കെയർ ചെയ്യാതുള്ളതാണ് നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബീറ്റലിനെയൊക്കെ പിന്നെ അവർക്ക് പറ്റുമെന്നുള്ളപ്പോൾ മേടിച്ച് ആഗ്രഹമുള്ളവർക്ക് മേടിച്ച് വളർത്താം. പിന്നെ ഇത് ആടുകൾ ചെനയിൽ ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ടി എല്ലാവർക്കും ഫസ്റ്റായിട്ട് എടുത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മരുന്ന്, ആഹാര രീതി, ഇതിൻ്റെ ചുറ്റുപാട്, ഇപ്പം കൂടുകളുടെ ഒരു ഹൈജീനെ പറ്റിയിട്ട് എന്താണ്? കൂട് നമ്മൾ ഏതായാലും എന്നും രാവിലെയും പാട്ട് 2 നേരം അടിച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന ചെയ്യുക. അടി കാഷ്ടം ഒന്നിത്തിരാടാണ് ഇവിടെ ചെയ്യുന്ന. ഒന്നിത്തിരാട് നമ്മൾ വാരി മാറ്റുകയാണ്. മൂത്രം ഒഴുകിയിൽ ടാങ്കിലേക്കാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു 4 അടി 5 അടി ഹൈറ്റിലാണ് നമ്മുടെ കൂടുകളെല്ലാം. പിന്നെ വേറൊരു കാര്യം ചേട്ടാ, ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ മുട്ടൻ ആടുകളുടെ കൂടുകൾ തമ്മിൽ ഈ നമ്മുടെ മറ്റാടുകൾ, മുട്ടൻ ആടുകൾ, ഫീമെയിൽ ആടുകളുടെ ഈ കൂടുകൾ ഇത്ര അകലത്തിൽ വെച്ചിരിക്കുന്നതിൻ്റെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടനാടുകൾ പെണ്ണാടുകളുടെ അടുത്ത് നിന്നാൽ അവർ തീറ്റ എടുക്കത്തില്ല. അവർ ഒരു ഹീറ്റിൻ ടെൻഡൻസിയിൽ നിന്നിട്ട് ക്ഷീണിച്ചു പോകത്തേ ഉള്ള ആടുകൾ. അപ്പോൾ അവരെ കാണാൻ പറയത്ത് വേണമെന്ന് തന്നെയാണ് ശരിക്കും പറയുന്നത്. പല ഫാമുകളിലും ഒരു കൂടിൽ തന്നെ ഒരു പോർഷൻ തിരിച്ചിട്ടാണ് ശരിയായ രീതിയല്ല അത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മുട്ടൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, അവൻ്റെ ആ ക്രോസിംഗ് ടെൻഡൻസി തന്നെ നഷ്ടപ്പെടും. ഫുൾ ടൈം ഈ പെണ്ണാടുകളെ കണ്ടുകൊണ്ട് അവൻ ഹീറ്റിൽ ആ ഒരു ടെൻഡൻസിയിൽ പിന്നെ അവൻ അന്നേരം ഫുഡ് എടുക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. അപ്പോൾ അവൻ്റെ ആരോഗ്യം നശിക്കുകയാണ്. പിന്നെ വേറൊരു പെണ്ണാടിനെ ക്രോസ് ചെയ്യാൻ വന്നാലും അപ്പോൾ ഇവൻ എപ്പോഴും ഇവരെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവൻ ആ ഒരു ടെൻഡൻസി നശിച്ചു പോകും. എപ്പോഴും ഒരു കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ നിർത്തണം.